Hi friends, welcome to Chully videos. ഇന്ന് നമ്മൾ പൈനാപ്പിൾ ഉപയോഗിച്ചുള്ള ഒരു സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ എടുക്കാം. ഞാൻ ഇവിടെ ഒരു പൈനാപ്പിളിന്റെ പകുതി ചെത്തി വൃത്തിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി വളരെ ചെറിയ പീസാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ജ്യൂസ് ആക്കാനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസിനുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏലക്കായും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 125 ml ഒരു കപ്പിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഡബിൾ ഹോൾസിൻ്റെ ഈസി പാലപ്പം പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് അരിച്ചത് 1 കപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. പാലല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമായാലും ചേർത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് തന്നെ 1/2 കപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പാല് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് അപ്പപ്പൊടി ഈസി പാലപ്പം പൊടിയാണ് എടുത്തേക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളിപ്പോൾ സാധാരണ അരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയാണ് എടുക്കണമെങ്കിൽ ഇതിലൽപ്പം ഈസ്റ്റും കൂടെ ചേർക്കണം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു ഇത്തിരി പഞ്ചസാര 1 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഈസ്റ്റ് കലക്കി വെച്ചിട്ട് വേണം നമ്മുടെ മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ടിത് ഒരു 2-3 മണിക്കൂർ മാവ് പൊങ്ങാനായിട്ട് എടുത്ത് വെക്കണം. അത് വെക്കുമ്പോൾ ഒരല്പം ചൂട് കിട്ടുന്നവരെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഇത് പൊങ്ങി വരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നല്ലോണം തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ശരിക്കൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലോണം പതഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പൈനാപ്പിൾ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇതില്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ നെയ്യോ ഇടാം കേട്ടോ. നെയ്യിട്ടാലും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഇതിനകത്ത് വരും. പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്താ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എന്തായാലും കുറച്ച് കാഷ്യൂവും കുറച്ച് കറുത്ത മുന്തിരിയും ഒരു ചെറിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡലി പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത് കത്തി എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയാൽ നമുക്കറിയാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് പൈനാപ്പിളിൻ്റെ ചെറിയ പുളിപ്പും മധുരമൊക്കെ ഉള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല അടിപൊളി കിണ്ണത്തപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്കിതിനകത്ത് കഴിക്കാനായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആവിയിൽ വേവുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്